അങ്ങനെ മോഹിനിയാട്ടം കണ്ടു ഗൈസ്. കിടിലം പടം. ആദ്യമായിട്ടാണ് ഒരു പടത്തിന്റെ എഴുതി കാണിക്കൽ തൊട്ടായി ചിരിച്ചു തുടങ്ങുന്നത്. പടം കണ്ട എക്സൈറ്റ്മെന്റിൽ ഞാനിത് എന്റെ അമ്മേനെ വിളിച്ച് കാണിച്ചു. പക്ഷെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് അമ്മ എന്നെ ചീത്ത വിളിക്കുകയാണ് ചെയ്തത്. ഇമാതിരി പടം എടുക്കുന്നവരൊക്കെ നിരോധിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞത് ഇമാതിരി പടങ്ങളിൽ നിന്നാണ് കള്ളന്മാർക്കും കൊലയാളികൾക്കൊക്കെ ഐഡിയ കിട്ടുന്നത് അത്രേ. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇങ്ങനത്തെ പടങ്ങൾ ഇവരെടുക്കുന്നത്. ഇപ്പോൾ ഈ പടത്തിൽ തന്നെ ക്ലൈമാക്സിലെ ആ ട്വിസ്റ്റ് റിയൽ ലൈഫിൽ നടന്നൊരു ക്രൈമുമായിട്ട് വളരെയധികം സാമ്യതയുണ്ട്. ഇഫ് യു നോ യു നോ. പിന്നെ ആക്ടിങ്ങിലേക്ക് വരുവാണെങ്കിൽ എല്ലാവരും പൊളിച്ചടുക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എടുത്തു പറയേണ്ടത് രണ്ടുപേരുടെ കാര്യമാണ്. ഒന്ന് ബേബി ജീൻ. ഒരു മ്യൂസീഷ്യനായിട്ട് വന്നിട്ട് എത്ര ഈസി ആയിട്ടാണ് പുള്ളി അഭിനയിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് മാധവ് സുരേഷിന്റെ കാര്യമാണ് ഓർമ്മ വന്നത്. വീട്ടിലൊരു എൻസൈക്ലോപീഡിയ വെച്ചിട്ട് ആ ചങ്ങായിക്ക് ഇതുവരെ ക്യാമറയുടെ മുമ്പിൽ മര്യാദക്കൊന്ന് നിൽക്കാൻ പോലും ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് ഷോ സ്റ്റീലർ നമ്മുടെ അമ്മയാണ്, കലാരഞ്ജിനി. ഡയലോഗ് ഇല്ലാതെ തന്നെ ഒത്തിരി കഥകൾ പറയുന്ന ഒരു മുഖം. കുറെ എക്സ്പ്രഷൻസ് ഒക്കെ എനിക്ക് ഉർവശീനെയും കൽപ്പനേനെയും മിക്സിയിലിട്ട് അടിച്ചൊരു ഐറ്റം പോലെ തോന്നി. പിന്നീട് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് ഉർവശിയുടെയും കൽപ്പനയുടെയൊക്കെ സിബിലിംഗ് ആണെന്ന്. ആൻഡ് എന്നെ അമ്മ പറഞ്ഞത് കൽപ്പനയ്ക്കും ഉർവശിക്കും മുന്നേ സിനിമയിൽ വന്ന ആളാണ് കലാരഞ്ജിനി എന്നാണ്. ഇനി ഞാൻ എൻ്റെ ഫാൻ തിയറി പറയാം. ലാസ്റ്റ് സുരാജിന്റെ ക്യാരക്ടറിനെ കുറിച്ച് സൈജു കുറുപ്പിന്റെ ക്യാരക്ടർ മോശം പറയുമ്പോൾ എല്ലാം കുക്കർ വിസിലടിക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ ഉൾപ്പെടെ ഒന്നും അറിയാത്ത കുറെ പാവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഗോവിന്ദരാജ നടത്തിയ വലിയൊരു തട്ടിപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചു സാർ. ഇത് സൂചിപ്പിക്കുന്നത് സുരാജിന്റെ ഗോസ്റ്റ് അവിടെ ഉണ്ടെന്നാണ്. ഈ തിയറി ശരിയാണെങ്കിൽ മോഹിനിയാട്ടത്തിന്റെ അടുത്ത പാട്ട് ഒരു ഹൊറർ കോമഡി ജോണർ ആയിരിക്കും എന്നാണ് കിംവദന്തി. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ പടത്തിന്റെ ഡയറക്ടർക്കും എഡിറ്റർക്കും വലിയൊരു കയ്യടി. ഈ എഡിറ്റർമാരെ പൊതുവെ ആൾക്കാർ മറന്നു കളയും. സത്യത്തിൽ ഒരു പടം ഉണ്ടാകുന്നത് ഈ എഡിറ്റിംഗ് ടേബിളിലാണ്. അപ്പോൾ ദാറ്റ് വാസ് ദി വീഡിയോ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.